ഇരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഡാനിയേൽ അച്ഛൻ്റെ ഒരു പ്രെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡാനിയേൽ അച്ഛൻ എവിടെ കൺവെൻഷൻ നടത്തിയാലും ഈ ഒരു പ്രെയർ അച്ഛൻ സ്റ്റാർട്ടിങ് പ്രെയറായിട്ട് പറയാറുണ്ട്. അപ്പം പറയാറുണ്ട്, ചൊല്ലാറുണ്ട്. ചൊല്ലാറുണ്ട്. പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ചൊല്ലാറുണ്ട് എന്ന് ഞാൻ പഠിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കൊല്ലത്താണ് എൻ്റെ സ്ഥലം. അപ്പം ഞങ്ങളിവിടെ പഠിക്കുക എന്നാണ് പറയുന്നത്. അതായത് ചൊല്ലുക എന്നുള്ളതിന് പഠിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഞാനത് ആ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് കണ്ടു. ഒത്തിരി കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്തവർക്കും വീഡിയോസൊക്കെ കണ്ട് പ്രാർത്ഥിച്ചവർക്കും വളരെയധികം നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നമ്മൾ പുതിയ നമുക്കിങ്ങനെ കമൻസൊക്കെ വരുമ്പോൾ എനിക്കതൊരു പ്രചോദനമാണ് പുതിയ ഓരോരോ വീഡിയോസ് ഇടാനും. ഏതെങ്കിലും വീഡിയോസ് പ്രെയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ പ്രെയർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാവുന്നത് ഞാൻ ചെയ്യാം, അറിയാത്തത് അറിയാവുന്നവരോട് ചോദിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഒരു വീഡിയോ ഇടാൻ ഞാൻ ആഗ്രഹിച്ചത് എനിക്കിതുപോലെ ഒരു അനുഭവം ഉണ്ടായ ഒരു കാര്യത്തെ പറ്റിയാണ്. അത് വേറൊന്നുമല്ല, ഞാൻ ഈ ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം. ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന് പറഞ്ഞ ബുക്കാണ്. ഈ ബുക്കെന്ന് പറഞ്ഞാൽ വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഇരിക്കുന്നതാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ ഈ ബുക്കിനെക്കുറിച്ച് വേറെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ബുക്കാണ്, അത് വായിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത്, ഏതവസ്ഥയിലാണോ നമ്മളായിരിക്കുന്നത് ആ സിറ്റുവേഷനിലുള്ള പിന്നെ നമുക്ക് ആ സിറ്റുവേഷനിലുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ബുക്കിൽ നിന്ന് ലഭിക്കാറുള്ളത്. ഞാൻ കുറേ തവണ അത്രയും വിഷമഘട്ടങ്ങളിലായിരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ പേജ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി, അല്ലെങ്കിൽ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയ, ഒരു ത്രിത്വസ്തുതി, ഇത് ഞാൻ അർപ്പിച്ചതിന് ശേഷമാണ് ഈ ബുക്ക് തുറന്ന് നോക്കാറുള്ളത്. അപ്പോഴേക്കും എനിക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യം എനിക്കിതൊന്ന് ലഭിച്ചിട്ടുണ്ട്. എനിക്കപ്പോൾ ഒത്തിരി സന്തോഷമൊക്കെ. കാരണം ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത്, അത് തന്നെയാണല്ലോ എനിക്ക് ലഭിക്കാറുള്ളതെന്ന്. അപ്പോൾ ഞാൻ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൂടെ ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം കുറച്ച് നേരം ചിലവഴിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു ആരാധന ചാപ്പലുണ്ട്, നിത്യാരാധന ചാപ്പലാണ്. അപ്പോൾ ആ നിത്യാരാധന ചാപ്പലിൽ ഞാൻ കൂടെ പോകാറുണ്ടായിരുന്നു. കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഈ ബുക്കിൽ നിന്ന് ഒരു പ്രാർത്ഥിച്ച മാതാവിനോട് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥ ശക്തിയാൽ എഴുന്നള്ളി വരണമേ എന്ന് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ മിക്കവാറും ഈ ബുക്ക് ഓപ്പൺ ചെയ്യാറ്. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്, നീ എൻ്റെ മകനോടൊപ്പം ആയിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ള വാക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും ഈശോയോട് കൂടെ ആയിരിക്കാനാണ് എന്നെനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ മകനോടൊപ്പം ആയിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഞാൻ ഈശോയോടൊപ്പം ആയിരുന്നിട്ടാണ് വന്ന് ഈ ബുക്ക് തുറന്ന് ഓപ്പണാക്കി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്കിപ്പം വളരെയധികം സന്തോഷമായി. അതുപോലെ ഞാനിപ്പം ഒരു ദിവസം ഇപ്പം ഞാൻ ജപമാല ഏതെങ്കിലും ദിവസം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, നീ എൻ്റെ ജപമാല കയ്യിലെടുക്കുക, ജപമാല ആവർത്തിക്കുക എന്നുള്ളതായിരിക്കും. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള, എനിക്കിപ്പം ഏകദേശം 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിൽ പോകാൻ മുടങ്ങിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ എനിക്കിതിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് വാങ്ങിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ആ ബുക്ക് അവിടെ വെച്ച് കണ്ടു. അപ്പം എനിക്ക് അറിയാവുന്നവരോടൊക്കെ അന്വേഷിച്ച് നോക്കി, ഒത്തിരി ബുക്ക് സ്റ്റോളിലൊക്കെ ചോദിച്ച് നോക്കി, അപ്പോൾ എവിടെയും കിട്ടാറില്ല. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഇവിടുത്തെ ബുക്ക് സ്റ്റോളിലൊക്കെയും എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ബുക്ക് സ്റ്റോളിലും കാര്യങ്ങളിലൊക്കെ പ്രസ്സിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഞാനിത് വാങ്ങിച്ച സമയത്ത് ഒരു ബുക്ക് സ്റ്റോളിലും ഇത് കിട്ടിയിരുന്നില്ല. അപ്പോൾ എനിക്ക് വിഷമമായി. പിന്നെ കാത്തലിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരു സൈറ്റാണത്. അതിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഷാലോം ടി വിയുടെ ഷാലോമിൻ്റെ നമ്മുടെ ഇവിടെ ഒരു
ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ഒരു കൊല്ലത്ത് വെച്ച് അത് നടത്തിയത് കഴിഞ്ഞ വർഷം ഡിസംബർ മന്തിലാണ് നടത്തിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ബുക്ക് ലഭിക്കാനിടയായത്. അപ്പോൾ ഇതിൻ്റെ ബുക്സ് അപ്പം സോഫിയ ബുക്സിൻ്റെയാണത്. അപ്പോൾ അവരുടേതാണ് സോഫിയ ബുക്സ് എന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് ബുക്ക് ലഭിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അതുകൂടാതെ ഞാൻ ഇത് ലഭിച്ചതിന് ശേഷം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ തിരക്കി പിടിച്ചു. അതിന് ശേഷം ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് ഇത് വാങ്ങിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ബുക്ക് കിട്ടിയതിന് ശേഷം ഞാനിത് മേടിച്ചു. പിന്നെ എനിക്ക് അത്യാവശ്യം അറിയാവുന്ന എൻ്റെ റിലേറ്റീവ്സിനും എനിക്ക് അത്യാവശ്യം അറിയാവുന്ന എന്നോടൊപ്പം അത്ര അടുത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ ഇത് ഓർഡർ ചെയ്ത് മേടിച്ച് കൊടുത്തു. പിന്നെ ഒരു സെക്കൻഡ് ട്രിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അല്ലാതെ 2 എണ്ണം വാങ്ങി.